ഹായ് ഹലോ എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ നല്ലൊരു ക്യൂട്ടായിട്ടൊരു വീടിൻ്റെ വിശേഷമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീട് നിർമ്മിച്ചിരിക്കുന്ന 4.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ്. 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്റ്റഡി റൂമുമായാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നല്ല റോഡ് സൗകര്യമുള്ള എന്നാൽ ബസ് റൂട്ടിൽ നിന്ന് അധികം ദൂരത്തിലല്ലാത്ത ഒരു ഏരിയയിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഏതൊരു വലിയ വാഹനവും ഈസിയായി കടന്നു വരാവുന്ന വീതി കൂടിയ റോഡ് സൗകര്യം ഈ വീടിൻ്റെ പ്രധാനമാണ്. കൂടാതെ ധാരാളം വീടുകളെല്ലാമുള്ള മനോഹരമായ ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2018-19 കാലഘട്ടത്തിൽ ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയ കൂടിയാണ്. ഈ വീട് ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലാണ് കേട്ടോ. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നെല്ലാം ഒരു 8 കിലോമീറ്റർ മാത്രം ദൂരത്തായി പൂക്കാട്ടുപടി എന്ന സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബസ് റൂട്ടിൽ നിന്നും ഏതാണ്ട് ഒരു 400 മീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. കൂടാതെ എടപ്പള്ളിയിൽ നിന്ന് ഏതാണ്ട് ഒരു 12 കിലോമീറ്റർ ദൂരവും, ആലുവ ടൗണിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരവും, ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് 3-3.5 കിലോമീറ്റർ ദൂരവും, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നൊരു 14 കിലോമീറ്റർ ദൂരവും, തൊട്ടടുത്തുള്ള കൊച്ചി ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നും ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ മാത്രം ദൂരവുമാണ് ഈ വീട്ടിലേക്ക് വരുന്നുള്ളൂ. മനോഹരമായൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. കിഴക്കമ്പലം 2020 പഞ്ചായത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു എലവേഷനിലാണ് വീടിൻ്റെ നിർമ്മാണം. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിട്ടുണ്ട്. സ്ലൈഡിങ്ങും ഫോളിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റും ഈ വീടിന് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ മുൻവശമാണ് നമ്മൾ ഈ കാണുന്നത്. വീടിൻ്റെ മുറ്റത്തായി കടുപ്പാക്കല്ല് വെച്ചിരിക്കുന്ന അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. ഒരേ സമയത്ത് തന്നെ 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയാണ് ഈ മുറ്റം ഒരുക്കിയിരിക്കുന്നത്. മനോഹരമായ ഒരു മുറ്റവും ഫ്രണ്ട് വശവുമാണ് വീടിന് പ്രൊവൈഡ് ചെയ്യുന്നത്. മതിലെല്ലാം നമുക്ക് കാണാം, മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ വാട്ടർ സോഴ്സിനെ വരുന്ന കിണർ വെള്ളമാണ് കേട്ടോ. മാത്രമല്ല KW കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആണ്. വടക്ക് കിഴക്ക് മൂലയിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. തീർത്തും വാസ്തു നിയമപ്രകാരം തന്നെയാണ് വീട് വരുന്നത്. വീടിൻ്റെ ഫ്രണ്ട് മെയിൻ ഡോറിൻ്റെ ദർശനം വരുന്നത് വടക്ക് ദിക്കിലേക്കും സ്റ്റെപ്പ് വരുന്നത് കിഴക്ക് ദിക്കിലേക്കുമാണ്. വലിയൊരു സിറ്റ് ഔട്ടാണ് നൽകിയിരിക്കുന്നത്. മെയിൻ ഡോർ ഒരു പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ കയറിച്ചെന്ന് ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ലിവിങ് സ്പേസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. വലിയൊരു TV യൂണിറ്റ് അവൈലബിൾ ആണ്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നും അടുത്ത എൻട്രി വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ഡൈനിങ് ഏരിയയാണ് നമുക്ക് ഇവിടെയും ലഭിക്കുന്നത്. ഒരു 8-10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലായി ഒരു സൈഡ് വശത്തായി ഇവിടുത്തെ വാഷ് കൗണ്ടർ, ടേബിൾ ടോപ്പ്, കോമൺ വാഷ് ഏരിയ നൽകിയിട്ടുണ്ട്. കിച്ചണാണ് നമ്മൾ ഈ കാണുന്നത്. മനോഹരമായൊരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. കിച്ചണിൻ്റെ ഇത് കൗണ്ടറിലായി നമുക്ക് കട്ട്ലറി, ക്രോക്കറികൾക്കുള്ള പ്രത്യേക ഷെൽഫുകളെല്ലാം അവൈലബിൾ ആണ്. കിച്ചൻ്റെ കുക്കിംഗ് ചെയ്യുന്ന ദിക്ക് വരുന്നത് കിഴക്കോട്ടാണ്. മാത്രമല്ല ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. കിച്ചനോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ നിർമ്മിച്ചിരിക്കുന്നു. മനോഹരമായ രീതിയിലാണിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ കബോർഡ് വർക്കുകളും വാഷ് ബേസിനും എല്ലാം നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കാണുന്നത് ഇവിടുത്തെ ബെഡ്റൂമാണ്. ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യങ്ങളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ജാഗോൻ്റെയും സെറയുടെയും സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും ഏതാണ്ട് ഒരു 12-14 എന്ന അളവിലാണ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. മനോഹരമായ രീതിയിലാണ് ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസാണ് നമ്മൾ ഈ കാണുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഹാൻഡ് റെയിലിനായി GS സ്ക്വയർ ട്യൂബും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഫാമിലി ലിവിങ് സ്പേസ് വരുന്നുണ്ട്. വലിയൊരു TV യൂണിറ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. ഷാൻലിയർ ലൈറ്റ് എല്ലാം ഹാങ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. 3rd ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യങ്ങളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്.
ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ബാത്റൂമും നിർമ്മിച്ചിരിക്കുന്നത്. കൺസീൽഡായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് സെറിയും ജാഗോറിൻ്റെയും സാനിറ്ററി ഫിറ്റിങ്സുകളാണ്. ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം ഇതിനും നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയ നീളത്തിലുള്ള ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. മനോഹരമായ രീതിയിൽ തന്നെ വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. മാറ്റ് പാറ്റേണിലുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ ലാസ്റ്റ് റൂമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. സ്റ്റഡി റൂമോ അല്ലെങ്കിൽ ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യാവുന്ന വിധത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ബെഡ്റൂമിൽ നിന്നും അല്ലെങ്കിൽ ഈ റൂമിൽ നിന്നും നമുക്ക് ഒരു ബാൽക്കണി കൂടി അവൈലബിൾ ആണ്. ഇതുകൂടാതെ സ്റ്റെയർകേസ്, ടെറസിലേക്കുള്ള സ്റ്റെയർകേസിൻ്റെ സൈഡ് വശത്ത് നിന്നാണ് വരുന്നത്. കൂടാതെ ഒരു ബാൽക്കണിയും, നല്ല സ്പേഷ്യസ് ആയ ബാൽക്കണിയും അവൈലബിൾ ആണ്. എറണാകുളം ടൗണിൻ്റെ ഏതൊരു ഭാഗത്തേക്ക് എറണാകുളം ജില്ലയിലെ ഏത് ഭാഗത്തേക്കും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കാക്കനാട് ഭാഗത്തേക്കായാലും കളമശ്ശേരി, ആലുവ, പെരുമ്പാവൂർ സൈഡിലേക്കായാലും തൃപ്പൂണിത്തുറ, മൂവാറ്റുപുഴ, കോലഞ്ചേരി, പട്ടിമറ്റ ഏത് ഏരിയയിലേക്കായാലും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം. ഇനി നമുക്കറിയേണ്ടത് ഇതിൻ്റെ വിലയാണ്. ഇതിന് ചോദിക്കുന്ന വില 93 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. 90% ലോൺ ഞങ്ങൾ മുഖേന അതിന് ഈ വീടിനടുത്ത് നൽകുന്നതാണ്. സൈറ്റ് വിസിറ്റിങ്ങിന് ഓണറുമായി ഡയറക്റ്റ് സംസാരിക്കാനും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.